ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വിത്ത് ബോൺസ് ആണ് ഇത്. ബോൺലെസ് ചിക്കൻ അല്ല, വിത്ത് ബോൺസ് ആണ്. നമ്മൾ സ്റ്റൂവിനൊക്കെ വയ്ക്കുമ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ഉണ്ട്. അതിപ്പോൾ ഞാൻ വിനാഗിരിയിലൊക്കെ കഴുകി മഞ്ഞൾപ്പൊടിയിലും കഴുകി എടുത്തേക്കുന്നതാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി കൃത്യമായിട്ട് കഴുകി എടുക്കണം. കാരണം നമ്മൾ ഈ സ്റ്റൂ കറിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഈ കളറിന് മാത്രമല്ലല്ലോ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിൽ കഴുകിയെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ ഇതൊരു 6 വലിയ വെളുത്തുള്ളിയാണ്. ഇവിടെ കിട്ടുന്ന വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിൽ 8-10 വെളുത്തുള്ളിയോളം എടുത്തുള്ള. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് വഴറ്റാൻ നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ച് ഒരു പ്രഷർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ഒരു പൊട്ടാറ്റോ, അതുപോലെ തന്നെ ഹാഫ് ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 5 ബീൻസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുമ്പേ ചതച്ച് വെച്ചതിൻ്റെ ബാക്കി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 4 ഏലക്ക ഇട്ട് കൊടുക്കണം. ഒരു തക്കോലം പൊട്ടിപ്പോയതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട അധികം മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. 2 ഗ്രാമ്പു, ഒരു ബേ ലീഫ് ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കാണും. ഒന്ന് ചതച്ചത്, ഒന്ന് പൊട്ടിച്ചതേ ഉള്ളൂ, ഈ കല്ലിലൊന്ന് പൊട്ടിച്ചതേ ഉള്ളൂ, അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ കുരുമുളക് ചതച്ചിടുമ്പോഴത്തേന് നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. അതുകൊണ്ടാണ് കുരുമുളക് പൊടി അങ്ങനെ ചതച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവർ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇതിന് നല്ലൊരു രുചി തരും. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കീറി വെച്ച പച്ചമുളക് മൂട്ടിട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് ചുമന്ന് പോകണ്ട. ഇതിനോടൊപ്പം തന്നെ ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറിയോട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ക്രിസ്മസ് പോലുള്ള സന്തോഷമുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ നമുക്ക് വീട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ്, ഞാൻ തുറന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ പോകുന്നവരെയും അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. എൻ്റെ പപ്പ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ വഴട്ടുവാണെങ്കിൽ ഒന്നുകിൽ നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ വഴറ്റാൻ പോകരുതെന്ന്. കാരണം ചെറിയ രീതിയിൽ വഴട്ടുവാണെങ്കിൽ അത് വാടിപ്പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ കറിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് എണ്ണ കിടന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ വഴറ്റാൻ പോകരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടിപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടി ചേർത്ത് കൊടുക്കാം. ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ പച്ചക്കറിയുടെയും ഉള്ളിയുടെയും ആ ഒരു
എന്താ പച്ച നിറമൊക്കെ മാറിയിട്ട് ഒന്ന് വഴണ്ട് വന്നേക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വഴട്ടിയെടുക്കുക. നമ്മൾ ഇപ്പോൾ ഞാൻ പണ്ട് മുതൽ ചെയ്യുന്ന റെസിപ്പിയാണിത്. എപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റൂ വയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇതിന് ടേസ്റ്റുണ്ട്. ഇത് നമ്മളെപ്പോഴും ആ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സാധാരണ ചെയ്യുമ്പോൾ പോലും ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മേക്സ് ഗുഡ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ എളുപ്പത്തിന് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഗരം മസാല ഞാൻ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഈ കറിക്ക് ഒരുപാട് മസാലയുടെ ഫ്ലേവർ വേണ്ട, നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് പോലെ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ട് കപ്പ് 2ാം പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയാണ് ഇനി വേവേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ വേറൊരു സ്റ്റവിലോട്ട് മാറ്റുകയാണ്. നമുക്ക് ചിക്കൻ്റെ വേവ് നോക്കണം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ആ പച്ചക്കറിയുടെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ പച്ചക്കറി മുഴുവനായിട്ട് വേവാൻ വെയിറ്റ് ചെയ്യണ്ട. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഈ ചിക്കൻ ആണെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതാ കണ്ടില്ലേ, ഇതാ എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 2ആയിട്ടാണ് വേവിച്ചതെങ്കിലും നമ്മളൊരു 3/4 വേവിലെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം പാൽ ഒഴിക്കണം. ഇതിപ്പോൾ വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങിൻ്റെയും ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്കിനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഒത്തിരി ലൂസ് ആകരുത്, അതുപോലെ തന്നെ ഒത്തിരി ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. ഇനിയിപ്പോഴാണ് 1ാം പാൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിൽ എടുക്കാൻ പറ്റുക. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, ഒരു 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മതി, കാരണം നമ്മൾ പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. തന്നെ നല്ല മണവും നല്ല കറിയുടെ ആ ഒരു നമുക്കറിയാം ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ 1ാം പാലോട് ചേർത്ത് കൊടുക്കുകയാണ്. തിക്കായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇത് കറി ഒരിക്കലും തിളച്ച് പോകാൻ പാടില്ല. ചെറിയ രീതിയിലൊന്ന് ചൂടാവണം. ചൂടാകാതെയും ഇരിക്കരുത്, ചൂടാകണം. തിളയ്ക്കാതെ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് നിർത്തണം. ഈ കറി ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ നമ്മൾ വിളമ്പുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാണ്ട് കുറുകി ഇരിക്കുന്നത് കാണാം. അതാണ് ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റാണ്. നമ്മൾ വിളമ്പുമ്പോഴും കറക്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു ഫൈനൽ ടച്ച് ഉണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഉണക്കമുളക് കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. കടുക് ചേർത്തിട്ടില്ല, ഉള്ളി മൂപ്പിച്ചിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ. കാഷ്യൂസും റൈസിൻസും വറ്റൽ മുളക് കൂടെ നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ വളരെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ക്രിസ്മസ് വളരെ സുന്ദരമാകട്ടെ. വളരെ രുചിയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ വീടുകളിൽ വിളമ്പുക. അപ്പോൾ നമ്മളുടെ ചാനലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും അടുത്ത വിഭവമായി ഉടൻ വരുന്നതായിരിക്കും.